നമ്മൾ നരസിംഹാവതാര കഥയിലേക്ക് കടക്കുകയാണ്. ഭഗവാൻ ഹിരണ്യാക്ഷനെ വധിക്കുന്ന കഥ നമ്മൾ തൃതീയ സ്കന്ധത്തിൽ കണ്ടു. ഹിരണ്യാക്ഷന്റെ സഹോദരനാണ് ഹിരണ്യകശിപു. ഹിരണ്യാക്ഷനെ ഭഗവാൻ വരാഹരൂപത്തിൽ വന്ന് അവതരിച്ച് വധിച്ചു എന്ന കഥ നമ്മൾ കണ്ടു. ഹിരണ്യകശിപു തൻ്റെ സഹോദരനെ വധിച്ച ഹരിയെ ഞാൻ കൊല്ലും, മാറ് കീറി രക്തമെടുത്ത് ആ ഹരിയുടെ രക്തം കൊണ്ട് എൻ്റെ സഹോദരനെ തർപ്പണം ചെയ്യും എന്നങ്ങോട്ട് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് അലറി തൻ്റെ മന്ത്രിമാരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, ഇനി നമ്മുടെ നാട്ടിൽ ഒരു ഹരിസ്മരണം വേണ്ട, നാമസ്മരണം വേണ്ട, ഒരാളും നാരായണ ജപിക്കരുത്, ഹരി എന്ന് ജപിക്കരുത്. ഇവിടെ ഞാൻ മാത്രമേ ഒരു ദൈവമായി ഉള്ളൂ. എൻ്റെ നാമം, എൻ്റെ പേര് വേണമെങ്കിൽ ജപിച്ചോളൂ. വേറെ ഒരു നാരായണ നാമം, ഹരിനാമം, ഒരു യാഗവും യജ്ഞവും ഒരു സത്കർമ്മവും ഇനി നമ്മുടെ നാട്ടിൽ ഉണ്ടാവാൻ പാടില്ല. എല്ലാറ്റിനും നിരോധനം ഏർപ്പെടുത്തിയ ആദ്യത്തെ മുഖ്യമന്ത്രി അല്ല നേതാവായിരുന്നു ആര് ഹിരണ്യകശിപു. ഒരു തരത്തിലും ഒന്നും അനുവദിക്കില്ല എന്നുള്ളത്, ഒരു തരത്തിലും. അങ്ങനെ ഒരു ദുഷ്ടനായി, ക്രൂരനായി, നിന്ദ്യനായി, അധമനായി തൻ്റെ ആ ഒരു ധാർഷ്ട്യം, തൻ്റെ അഹങ്കാരം, തൻ്റെ ഗർവ് അതങ്ങോട്ട് കാണിച്ചുകൊണ്ട്, കാരണം അധികാരമുണ്ടല്ലോ, അധികാരമുള്ളവർക്ക് ഗർവിനെന്താ ക്ഷാമം? പിന്നെ അത് കഴിഞ്ഞാൽ ഒരു പട്ടിയും തിരിഞ്ഞു നോക്കില്ല എന്നുള്ള വേറെ കാര്യം. ഈ തരത്തിൽ ഒരു അഹങ്കാരത്തിൽ, ധാർഷ്ട്യത്തിൽ ഉറക്ക പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി ജനങ്ങൾ പാവം ചെയ്യാനും പേടിച്ചുപോയി. കാരണം ജനങ്ങൾക്ക് അവരുടെ ജീവനല്ലേ വലുത്. നാമജപങ്ങളൊക്കെ നിന്നുപോയി, യാഗങ്ങളില്ല, യജ്ഞങ്ങളില്ല, ഹോമങ്ങളില്ല, സത്കർമ്മങ്ങളില്ല. ആളുകൾക്കൊക്കെ ഒരു ഭയമായി. കാരണം ഇനി നാരായണ നാമം ചൊല്ലാൻ പറ്റില്ല. ആകെ ചൊല്ലുകയാണെങ്കിൽ എന്ത് ചൊല്ലിക്കൊള്ളാം? ഹിരണ്യായനം, അത് മാത്രം. എനിക്ക് തോന്നുന്നു അതിന്നാണ് ഹെർണിയ ഉണ്ടായതെന്ന്, ഈ ഹിരണ്യന്റെ പേരിൽ നിന്ന്. അങ്ങനെ ഒരു നാമമൊക്കെ ജനങ്ങളെ കൊണ്ട് ചൊല്ലിച്ചുകൊണ്ടൊക്കെ ഇവൻ അവൻ്റെ ക്രൂരത സമൂഹത്തിൽ അടിച്ചേൽപ്പിച്ചു. ഇങ്ങനെ ഇരിക്കെ അവൻ വീട്ടിൽ വന്നപ്പോൾ അപ്പോഴാണ് അമ്മ പുത്രൻ മരിച്ച ദുഃഖത്തിൽ വിഷമിച്ചിരിക്കുന്നത്. ദിതി എന്നാണ് അമ്മയുടെ പേര്. അസുരന്മാരുടെ അമ്മ ദിതിയും ദേവന്മാരുടെ അമ്മ അദിതിയും. ഇപ്പൊ ദിതി വളരെ ദുഃഖത്തിലാണ്. ആ ദുഃഖിക്കുന്ന അമ്മയുടെ തലയൊക്കെ മടിയിലെടുത്ത് പിന്നെ അമ്മയോട് പറയുന്നത് വലിയ വേദാന്ത തത്വങ്ങളാണ്. അമ്മേ, ആത്മാ നിത്യോ അവ്യോ അമരോ അജ, ആത്മാവിന് ജനനമുണ്ടോ, ആത്മാവിന് മരണമുണ്ടോ എന്നൊക്കെ അമ്മ ഒന്ന് ചിന്തിച്ചു നോക്കൂ. എന്ന് മാത്രമല്ല, അമ്മ സ്വയം ഒന്ന് ചിന്തിക്കുക. അമ്മ പുത്രനെ കണ്ടിട്ടുണ്ടോ? ആർക്കെങ്കിലും ആരെയും ശരിക്കും കാണാൻ പറ്റുന്നുണ്ടോ? നമ്മൾ ഈ ശരീരവും അതിൻ്റെ ചലനങ്ങളല്ലേ കാണുന്നത്. ഈ ചലിപ്പിക്കുന്ന മനസ്സിനെയും പ്രാണനെയും ഒക്കെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങളൊക്കെ സ്വയം ചോദിച്ചു നോക്കൂ, നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങളെന്ന ആ ഒരു ഉള്ളിലുള്ള വ്യക്തിത്വത്തെ, ഞാനെന്ന ഭാവത്തെ ആർക്കെങ്കിലും കാണാൻ പറ്റുമോ? കാണാൻ പറ്റുമോ? ഇന്നു വരെ ആരും ആരെയും കേട്ടില്ല. ഇന്നുവരെ ആരും ആരെയും കണ്ടിട്ടില്ല. പിന്നെ പെണ്ണ് കണ്ടു എന്നൊക്കെ പറയുന്നത് എന്താ കണ്ടത്? വേറൊരു കോലം മാത്രമേ കാണുന്നുള്ളൂ, ശരീരം മാത്രമേ. ശരിക്കും പെണ്ണിന്റെ ഭാവം, മനസ്സ് കാണാൻ പറ്റുമോ? ചെക്കനെ കണ്ടു എന്ന് പറയുന്നത് എന്ത് കാണുന്നു? വെറും കോലം കാണാൻ പറ്റും. ആർക്കും ആരെയും യഥാർത്ഥത്തിൽ അവർക്ക് പറയൂ കാണാൻ സാധ്യല്ല. ഈ കാണുന്നതൊക്കെ വെറും ഒരു ശരീരം മാത്രമാണ് കാണുന്നത്. ആണോ? ഇവിടെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, കാണാത്തതായ ഒരു ആത്മാവ്, മനസ്സ്, അതിനെവിടെ ജനനവും മരണവും? സൂക്ഷ്മമായതിനൊരിക്കലും ജനനവുമില്ല, മരണവുമില്ല. സയൻസൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. നീദർ എനർജി ക്യാൻ ബി ക്രിയേറ്റഡ് നോർ ഇറ്റ് ക്യാൻ ബി ഡിസ്ട്രോയിഡ് എന്നൊക്കെയുള്ള ഫിസിക്സ് ഒക്കെയാണ് അമ്മയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതായത് മനസ്സിനെ ഉണ്ടാക്കാനോ മനസ്സിനെ നശിപ്പിക്കാനോ സാധ്യമല്ല. അപ്പൊ പുത്രൻ മരിച്ചിട്ടുണ്ടോ? അമ്മയുടെ പുത്രൻ എവിടെയാണ് മരിച്ചത്? അതുകൊണ്ട് അമ്മ മരിക്കാത്ത ഒരാളെ ഓർത്ത് മരിച്ചു എന്ന് ചിന്തിച്ച് കരയേണ്ട യാതൊരു കാര്യമില്ല എന്നൊക്കെ എങ്ങനെയാണ് ഗംഭീരമായൊരു കൗൺസിലിംഗ് ആണ് ഈ ഹിരണ്യകശിപു അമ്മയായ ദിതിക്ക് കൊടുക്കുന്നത്.
അപ്പം അതൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മ ദുഃഖമൊക്കെ മാറിയപ്പോൾ ഹിരണ്യകശിപു പറയാണ്, കാര്യങ്ങളൊക്കെ എത്രത്തോളം ആയ സ്ഥിതിക്ക് എനിക്ക് ആ ഹരിയെ കൊല്ലണമെങ്കിൽ കുറച്ചുകൂടിയൊക്കെ ഒരു കരുത്ത് വേണം, കുറച്ചുകൂടിയൊക്കെ എൻ്റെ അടുത്ത് ഒരു ശക്തി വേണം. നമ്മൾ പറയാറില്ലേ, ചില കാര്യങ്ങളൊക്കെ പറയാറില്ലേ, നമ്മൾ ആ സ്ഥലം മേടിക്കണേ കുറച്ചുകൂടി പൈസ കൂടുതൽ വേണമെന്ന് പറയുന്ന പോലെ എനിക്ക് എന്ത് വേണം, ഹരിയെ കൊല്ലണമെങ്കിൽ ഇപ്പോൾ ഉള്ള കരുത്തും ബലമൊന്നും പോരാ, അതുകൊണ്ട് ഞാൻ തപസ്സിന് വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞൊരു പോക്ക്. അങ്ങനെ തൃക്കൂടത്തിൽ കയറി തപസ് തുടങ്ങിയെന്നാണ്. ആദ്യം 2 കാല്, പിന്നെ ഒറ്റക്കാല്, ഒരു വിരലിലൊക്കെ നിന്നു എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ കഠിനമായി ശരീരത്തെ തപിപ്പിച്ചും പീഡിപ്പിച്ചൊക്കെ തപസ്, മനസ്സിനെ ഇങ്ങനെ ഒരു മന്ത്രജപത്തിൽ അങ്ങനെ കൊണ്ടു നടന്ന് ബ്രഹ്മാവിനെ സ്മരിച്ചു എന്നാണ്. അങ്ങനെ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുകയാണ്. ആരുടെ മുന്നിൽ? ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുന്നു. ആരുടെ മുന്നിൽ? ഹിരണ്യകശിപുവിന്റെ മുന്നിൽ. ഹിരണ്യകശിപു അതാ ബ്രഹ്മാവിനെ കണ്ടതും ശരീരമൊക്കെ എല്ലും തോലും ഒക്കെ ആയിട്ടുണ്ട്, അങ്ങോട്ട് സ്തുതിക്കുകയാണ്, സുഖിപ്പിച്ചു, ബ്രഹ്മാവിനെ സന്തോഷിപ്പിച്ചു, ഒരുപാട് പുകഴ്ത്തി പ്രശംസിച്ചു. ദേവന്മാർക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, ഒരുപാട് പ്രശംസ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വരം ചോദിച്ചോളൂ. ഇവനോട് വരം ചോദിക്കാൻ പറഞ്ഞ സമയത്ത്, ഈ സന്ധ്യാസമയത്ത് അവൻ ചോദിക്കുന്ന വരങ്ങളാണ്. എന്തൊക്കെ വരാണെന്ന് നിങ്ങൾക്കറിയാലോ. പകല് മരണം ഉണ്ടാവരുത്, രാത്രി മരണം ഉണ്ടാവരുത്, അകത്ത് വെച്ചുണ്ടാവരുത്, പുറത്തു വെച്ചുണ്ടാവരുത്, ഭൂമിയിലുണ്ടാവരുത്, ആകാശത്തിലുണ്ടാവരുത്, വെള്ളത്തിലുണ്ടാവരുത്, മനുഷ്യന്റെ കൈ കൊണ്ടുണ്ടാവരുത്, മൃഗത്തിന്റെ കൈ കൊണ്ടുണ്ടാവരുത്, ആയുധം കൊണ്ടുണ്ടാവരുത്. ബ്രഹ്മാവിന് ഹാർട്ട് അറ്റാക്ക് വന്നില്ല എന്നേ ഉള്ളൂ. കാരണം അത്രയും വരങ്ങളാണിവൻ ഈ ചില ഇൻഷുറൻസ് എടുക്കുന്ന പോലെ എല്ലാ കവറേജും എടുത്തിരിക്കുകയാണ്, ഫുൾ ശരീരത്തിന്റെ അവയവങ്ങൾക്ക് എന്ന് പറഞ്ഞ പോലെ. ഇവൻ ആ വരങ്ങളൊക്കെ ഇങ്ങോട്ട് ചോദിച്ചതും ബ്രഹ്മാവ് സാധാരണ തഥാസ്തു എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. ബ്രഹ്മാവ് എന്ത് വെച്ചാൽ 1/2 കിലോമീറ്റർ ദൂരെ പിന്നിലോട്ട് പോയി. കാരണം ബ്രഹ്മാവിന് പേടി, ഈ വരമൊക്കെ കൊടുത്താൽ ഇവൻ ബ്രഹ്മാവിന്റെ നെഞ്ചത്തേക്ക് വരേ. കാരണം ഇവൻ ഒരു തരത്തിൽ ഇനി മരണമില്ല. പേടിച്ചു ബ്രഹ്മാവ്, ഭയന്നു പോയി ബ്രഹ്മാവ്. അങ്ങനെ ബ്രഹ്മാവ് ഇതെല്ലാം ഒരു നിമിഷത്തിന് ഈ വരമൊക്കെ കൂടെ കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു ബ്രഹ്മാവിന് ഓർമ്മ വന്നത് പണ്ട് പരമശിവനുണ്ടായൊരു അനുഭവമാണ്. പരമശിവനെ ഒരു അസുരൻ കഠിന തപസ് ചെയ്ത് ശിവനെ പ്രത്യക്ഷപ്പെടുത്തി. പാവം മമ്മിയൂരപ്പൻ പ്രത്യക്ഷനായി, ഭക്ത വരം പൃച്ഛ, കൊഞ്ചി ചോദിച്ചു ഇവന്റെ അടുത്ത്. ഇവൻ പരമശിവനോട് പറയാണ്, പരമശിവ ദയാലുവാണ്, കരുണാലുവാണ്, അങ്ങക്ക് അറിയാലോ എനിക്ക് വലിയ വരൊന്നും വേണ്ട, ഞാൻ ചെറിയ സാധാരണക്കാരനാണ്. എന്തു വരാ വേണ്ടത്? എനിക്ക് വേണ്ടുന്ന വരം എൻ്റെ ചൂണ്ടുവിരൽ ആരുടെ തലയിൽ തൊടുന്നോ അവൻ്റെ ഫ്യൂസ് പോണെന്ന്, അവനപ്പം തീരണമെന്ന്. പരമശിവൻ വിചാരിച്ചോ ഇതൊരു നിസ്സാര വരം, കാര്യമൊന്നുമില്ലല്ലോ. പരമശിവൻ അറിയാതെ തഥാസ്തു, നിനക്കിരിക്കട്ടെ വരം. ഈ വരം കിട്ടിയതും ഇവൻ പരമശിവനോട് പറയാ, ഭഗവാനെ ഒരു നിമിഷം ഒന്ന് നിൽക്കുന്നു. പരമശിവൻ ചോദിച്ചു, ഇനി എന്താ നിനക്ക് വേണ്ടത്? അല്ല, എനിക്ക് വേണ്ടതല്ല, ഈ വരം ഏൽക്കൂന്നൊന്ന് നോക്കാനാണെന്ന്. അതായത് പരമശിവന്റെ മേലാണ് ഇവനിത് ടെസ്റ്റ് ചെയ്യണത് എന്നർത്ഥം. തൻ്റെ നേരെ വിരലും ചൂണ്ടി ഓടി വരുന്ന ഇവനെ കണ്ട് പാവം പരമശിവൻ ആദ്യമായിട്ട് അന്നാണത്രേ ഓടിയത്. അതും പരമശിവനാണെങ്കിൽ ഓടാൻ പറ്റുമോ? ഒന്ന് ഉടുത്താൽ ഉറയ്ക്കാത്തൊരു സാധനം അരയിൽ ഉടുത്തിരിക്കുന്നത്. മരവുരി ഉടുത്താൽ എങ്ങനെ ഓടാൻ പറ്റുമോ? പിന്നെ കയ്യിലൊക്കെ ആണെങ്കിൽ പാമ്പും, മുഴുവൻ കഴുത്തിലൊക്കെ പാമ്പ്. ഇതെല്ലാം കൂടി ഓടാൻ തുടങ്ങി ഇത് ചുറ്റി വരിയാൻ തുടങ്ങും ശരീരത്തിൽ. പോരാത്തതിന് ശൂലവും ഡമരവും. പാവം ശിവൻ ചക്രശ്വാസം വലിച്ചുപോയി. ഇവനാണെങ്കിൽ ചൂണ്ടുവിരലും കൊണ്ട് വോട്ട് ചെയ്യാൻ പോകുന്ന ആളെ പോലെയാണ്, പിന്നിൽ ഇങ്ങനെ ചൂണ്ടുവിരലും തൂക്കിയിട്ട് വരണു. ആ സമയത്ത് ഗുരുവായൂരപ്പൻ അവിടെ പ്രകടമായി എന്നാണ് വിഷ്ണു ഭഗവാൻ. ഭഗവാൻ പ്രകടമായതും ഇവനെ ശാകുനയ്യാന്നൊറ്റ വിളിയാണ്. ഇവൻ നിന്നുപോയി. നിനക്കെന്ത് ഭ്രാന്തുണ്ടോ? നീ കഥയൊന്നും കേട്ടിട്ടില്ലേ? ദക്ഷയാഗത്തിൽ പങ്കെടുത്ത ശിവനെ ദക്ഷൻ ശപിച്ച് കേട്ടില്ലേ നീ? അന്ന് പറഞ്ഞു ശിവൻ കൊടുക്കുന്ന വരമൊന്നും ഏൽക്കില്ല എന്ന്.
അതാണ് പരമശിവൻ നടന്ന് വരം കൊടുക്കുന്നത്. ഏൽക്കില്ല. നോക്കൂ, എനിക്കും തന്നിട്ടുണ്ട് വരം, വല്ലതും ഏൽക്കുണ്ടോ നോക്കൂന്ന്. ഇവൻ എവിടുത്തുകാരനാണെന്ന് എനിക്കറിയില്ല. ഇവൻ അതേ ആവേശത്തിൽ സ്വന്തം തലയിൽ വിരൽ വെച്ചു. മലയാളിയാവാൻ സാധ്യതയില്ല. മലയാളിയാണെങ്കിൽ മിക്കവാറും ആ കുട്ടിയുടെ തലയിലായിരിക്കും വിരൽ വെച്ചിട്ടുണ്ടാവുക. ഇവൻ എന്ത് ചെയ്തു? സ്വന്തം തലയിൽ വിരൽ വെച്ച ഡിം കത്തി. പരമശിവൻ ഓടി വന്ന് ഗുരുവായൂരപ്പനെ കെട്ടിപ്പിടിച്ചു. ഭഗവാൻ പറഞ്ഞു, മേലാൽ ഇമ്മാതിരി വരം കൊടുക്കരുതെന്നും, കൊടുക്കും കുറച്ച് ദൂരെ നിന്നിട്ടൊക്കെ കൊടുത്തില്ലെങ്കിൽ അപകടം ഉണ്ടാക്കും. കാരണം ഇത് സത്യം പറഞ്ഞ ഈ കഥ എത്ര സത്യമാണെന്നുള്ളത് നോക്കൂ. അങ്ങനെ ഇവിടെ ബ്രഹ്മാവ് എന്ത് ചെയ്തു വെച്ചാൽ ഒന്നങ്ങോട്ട് മാറി. ഇവൻ ആ വരം കൂടി കിട്ടിയതിൻ്റെ ഒരു അഹങ്കാരം, ധാഷ്ട്യം, ഇനി തന്നെ കൊല്ലാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ഇവൻ കൊട്ടാരത്തിൽ എത്തുമ്പോഴാണ് ഇവന്റെ പത്നി 4ാമത്തെ കുഞ്ഞിന് ജന്മം കൊടുത്തത്. ഹ്ലാദൻ, അനുഹ്ലാദൻ, സുഹ്ലാദൻ, പ്രഹ്ലാദൻ. അങ്ങനെ പ്രഹ്ലാദൻ എന്ന 4ാമത്തെ കുഞ്ഞ് ജനിക്കുമ്പോഴേ പുഞ്ചിരിച്ചുകൊണ്ടും ചുണ്ടിങ്ങനെ വിറയ്ക്കുന്നുണ്ട്. എല്ലാവരും വിചാരിച്ചു പനിയൊക്കെ ഇരിക്കുന്നു. പിന്നെ മനസ്സിലായത് നാരായണ 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 ഈ മന്ത്രജപമാണെന്ന്. ഇതങ്ങോട്ട് കണ്ടത് ഹിരണ്യകശിപുവിന് കലികേറി. എൻ്റെ ശത്രുവിൻ്റെ, എൻ്റെ സഹോദരനെ കൊന്ന ശത്രുവിൻ്റെ നാമാണോ ഇവൻ ചൊല്ലുന്നത്? ഞാൻ സമ്മതിക്കില്ല എന്ന്. പക്ഷെ കൊച്ചു കുഞ്ഞിന് എന്ത് ചെയ്യാൻ പറ്റും? ഇന്ന് കേരളത്തിലായിരുന്നെങ്കിൽ തല്ലി കൊന്നിട്ടുണ്ടാവും. അതിനൊന്നും കൊല്ലാൻ പോലും മടിയില്ലാത്ത ലോകത്തിലാണ് അല്ലേ കേരളം എത്തിയിരിക്കുന്നത്. അതിലെ വാർത്തകളൊക്കെ. ഈ ഹിരണ്യകശിപു പറഞ്ഞു ഇവൻ വളരട്ടെ എന്ന്. അങ്ങനെ വളരാൻ കാത്തിരുന്ന് കുട്ടിക്ക് വേണ്ടി, ആ കുട്ടിയെ നേരെയാക്കുന്നതിന് വേണ്ടി ഒരു റെസിഡൻഷ്യൽ സ്കൂൾ ആദ്യമായി തുടങ്ങിയത് ഹിരണ്യകശിപുവാണ്. അങ്ങനെ ആദ്യത്തെ ഹിരണ്യകശിപു റെസിഡൻഷ്യൽ സ്കൂൾ അന്നത്തെ കാലത്ത് തുടങ്ങി. അതിൽ കുറേ അസുര കുട്ടികൾക്ക് അഡ്മിഷനൊക്കെ കൊടുത്ത് പഠിപ്പിക്കാൻ വേണ്ടി ശുക്രാചാര്യരുടെ 2 മക്കളെയും ഷണ്ടാമർക്കന്മാരെയൊക്കെ വെച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഹിരണ്യകശിപുവാണത്രേ ഭൂമിയുടെ ദൈവം, ഈ ഭൂപ്രപഞ്ചത്തിന്റെ ദൈവം. ഹിരണ്യകശിപു പറഞ്ഞിട്ടാണത്രേ ഭൂമി കറങ്ങുന്നത്. ഹിരണ്യകശിപു പറഞ്ഞിട്ടാണ് രാവിലെ സൂര്യൻ ഉദിക്കുന്നത്. ഹിരണ്യകശിപുവിന്റെ നിർദ്ദേശം കേട്ടിട്ടാണത്രേ സൂര്യൻ എല്ലാം ഹിരണ്യകശിപു 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 എന്ന് പറഞ്ഞ് ഈ കുട്ടികളുടെ തല മുഴുവൻ ഹിരണ്യകശിപു ആക്കി. ഹിരണ്യകശിപു തൻ്റെ പുത്രനെ ബ്രെയിൻ വാഷ് ചെയ്യാൻ ഈ അധ്യാപകരെ കൊണ്ട് ആവും പാടും ശ്രമിച്ചു. ഏതൊക്കെ രീതിയിൽ ഇവരെ ഈ കുട്ടിയുടെ തലയിൽ ഹിരണ്യകശിപു ഇവര് തെറ്റിദ്ധരിച്ച കുട്ടി കേട്ട് ഹിരണ്യകശിപുവായി ഉണ്ടാവും. അങ്ങനെ വെക്കേഷനിൽ കുട്ടിയെ കൊണ്ടുവരികയാണ് കൊട്ടാരത്തിൽ. അച്ഛൻ കൊഞ്ചി കുട്ടിയുടെ കവിളൊക്കെ തട്ടി മടിയിലൊക്കെ പിരിച്ചെടുത്തി, കണ്ണ എന്തൊക്കെയാണ് അധ്യാപകർ പഠിപ്പിക്കുന്നത്, അവർ പറയണൊക്കെ മനസ്സിലാവില്ലേ, ഉണ്ണിക്ക് നല്ലോണം മനസ്സിലാവുന്നില്ല ഒക്കെ ചോദിച്ചുകൊണ്ട് ആ ഒരു ചോദ്യം ചോദിക്കുകയാണ്, എന്താ പഠിപ്പിച്ചതെന്ന്. അപ്പോഴാണ് കുട്ടി പറയുന്നത്, പഠിപ്പിച്ചതിൽ വെച്ച് സർവോത്തമമായിട്ടുള്ളത് നാരായണ നാമമേവ ഉത്തമോത്തമം. അത് തന്നെയാണ് മനസ്സിൻ്റെ ഏറ്റവും വലിയ ശക്തിയും അനുഗ്രഹവും. ആ നാരായണ നാമ മഹത്വം, അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ശക്തി. ഇത് കേട്ടതും കുട്ടിയെ പിന്നെ മടിയിൽ നിന്ന് എറിയുകയാണ്. ചീതിർത്തടാ, നിനക്കെവിടെ നടാ നാരായണന്റെ നാമം? ഞാനല്ലാത്തൊരു ശക്തി പ്രപഞ്ചത്തിലുണ്ടോ? ഇവിടെ നീ നാരായണനെ കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടാണ് സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും. ഞാൻ നിർദ്ദേശിച്ചിട്ടാണ് ഭൂമി കറങ്ങുന്നത്. എൻ്റെ ശാസനയാണ് അനുസരിക്കുന്നത്. നിനക്കെവിടെ നടാ ഒരു നാരായണൻ? അലറി ചോദിക്കേണ്ട, നാരായണൻ മിണ്ടിപ്പോവരുത്. അധ്യാപകരുടെ നേരെ വാളോങ്ങി, നിങ്ങളാണ് എൻ്റെ കുട്ടിയെ തെറ്റിച്ചതെന്ന്. അവർ പറഞ്ഞു, സത്യത്തിൽ ഞങ്ങളല്ല, ഞങ്ങൾക്ക് തോന്നുന്നു ഞങ്ങളില്ലാത്ത സമയത്ത് ട്യൂഷൻ എടുക്കാൻ ആരോ വരുന്നുണ്ട് എന്ന്. അത് മിക്കവാറും നാരദരുമായിരിക്കും. നാരദരാണ് കുട്ടിയുടെ തലയിൽ ഈ നാരായണനെ വെച്ചിട്ടുണ്ടാവുക. ഇനി മേലാൽ നാരദരവിടെ വന്നു പോരുത്. അങ്ങനെയാണ് ഈ CCTV ഒക്കെ കണ്ടുപിടിക്കുന്നത്. ഹിരണ്യകശിപുവിൻ്റെ കുട്ടിയുടെ അടുത്തേക്ക് ഇനി ആരും അനുവാദമില്ലാതെ വരരുത്. പിന്നെ അടി, ഇടി, തൊഴി, കുത്ത് എല്ലാ തരത്തിലും കുട്ടിയെ ഉപദ്രവിക്കാൻ തുടങ്ങി. അങ്ങനെ വീണ്ടും ഹിരണ്യകശിപുവിൻ്റെ മകനെ ഈ ഹിരണ്യകശിപുവിൻ്റെ കഥകളും കാര്യങ്ങളും
ഹിരണ്യകശിപുവാണ് ദൈവം, ഹിരണ്യകശിപുവാണ് പ്രപഞ്ചത്തെ കറക്കുന്നത്, പ്രപഞ്ചത്തിന്റെ നാഥൻ. അതുകൊണ്ട് ചൊല്ലടാ ഹിരണ്യായ നമഃ, ഹിരണ്യായ നമഃ. ഈ സമയത്തൊക്കെ കുട്ടി മൗനം. അപ്പൊ അവര് വിചാരിച്ചു അടികൊണ്ട് ഇവൻ പാകപ്പെട്ടു എന്ന്. അങ്ങനെ വീണ്ടും വെക്കേഷൻ വന്ന് ആ വെക്കേഷനിൽ അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. അച്ഛൻ പിടിച്ച് മടിയിലിരുത്തുന്നു. ചോദിക്കുകയാണ് കൊഞ്ചിക്കൊണ്ട്, എന്താണ് നീ പഠിച്ചത്? അധ്യാപകരൊക്കെ പറഞ്ഞു തന്നിട്ടില്ലേ? എന്താണ് നീ കേട്ടതിൽ ഉത്തമോത്തമം? അവിടെയാണ് കുട്ടി പറയുന്നത്, ശ്രവണം കീർത്തനം വിഷ്ണോ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മനിവേദനം ഇതി പുംസാർപ്പിതാ വിഷ്ണു ഭക്തിശ്ചേൽ നവലക്ഷണ. ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം. ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം. ഭഗവാനിലുള്ള ആ ഒരു ആത്മാർത്ഥമായ നാമജപത്തിലുള്ള സ്മരണവും അർപ്പണവും കീർത്തനവും ഇത് കൊണ്ടു നടക്കാൻ സാധിച്ചാൽ ജന്മാന്തര സുഹൃതം, പുണ്യം, അനുഗ്രഹം, ജീവിതം ധന്യമാവും. ഇതൊക്കെയാണ് എന്നെ ഗുരുക്കന്മാർ പഠിപ്പിച്ചത് എന്ന് പറഞ്ഞതും ഹിരണ്യകശിപ കോപം കൊണ്ടാൽ ചിതർത്തടാ, വീണ്ടും നീ വിഷ്ണുവിൻ്റെയും നാരായണന്റെയും കാര്യങ്ങൾ പറഞ്ഞ് എന്നെ ഭയപ്പെടുത്തുന്നു. കുലാന്തകൻ, വംശനാശകൻ, എവിടുന്നാടാ നിനക്ക് നാരായണന്റെ നാമൊക്കെ കിട്ടിയത്? ആരാടാ നിനക്ക് നാരായണന്റെ നാമം പറഞ്ഞു തന്നത്? ഇനി നീ ജീവിച്ചിരിക്കരുത്. ഇനി നീ ജീവിച്ചിരുന്നാൽ ഈ ഭൂമിക്ക് നീ ഒരു ഭാരമായി തീരും, നീ കുലത്തിനൊരു അപമാനമായി തീരും എന്ന് കാലറി പൊളിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് കുട്ടിയെ വലിച്ചെറിയണം. പിന്നെ അപ്പോഴേക്കും കിങ്കരന്മാരോട് വരാൻ പറയുകയാണ്. കിങ്കരന്മാരെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കൊട്ടേഷൻ സംഘം. അവരെ കയ്യിലേക്ക് ഏൽപ്പിക്കണോ. അങ്ങനെ കുട്ടിയെ കൊണ്ടുപോവുകയാണ് കൊല്ലാനായിട്ട്. ഈ കുട്ടിയെ കൊല്ലാനായി ഒരുപാട് ഉപായങ്ങൾ അവർ നോക്കിയെന്ന. വലിയൊരു മലയുടെ മുകളിൽ താഴേക്കിട്ട് നോക്കി. ഒരു പോറലും പോലും ഏൽക്കാതെ കുട്ടിയതാ അവിടെ നിലത്തിരിക്കണം. പിന്നെ അവര് അടുത്തൊരു ഉപായം നോക്കി, ആനയെ കൊണ്ട് ചവിട്ടിച്ചു കൊല്ലാൻ. ആന കാലവിടെ പൊക്കി വെച്ചു. പാമ്പിനെ കൊണ്ട് പണം ഉയർത്തി കൊത്തിക്കാൻ നോക്കി. പാമ്പ് പണം ഉയർത്തി കൊത്തിയില്ല. തീയിലേക്ക്, കത്തുന്ന തീയിലേക്കിട്ടു. തീ ആളി കത്തുന്നില്ല. കെട്ടി വരിഞ്ഞ് നേരെ കടലിൽ കൊണ്ടിട്ടു. തിരമാല തീരത്ത് കൊണ്ടിട്ടു. കുട്ടിയെ കൊല്ലാനുള്ള സകല ഉപായങ്ങളും എവിടെയോ ഒരു ശക്തി കുട്ടിയെ അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുക. ഇതാണ് നാരായണ കവചം. ജപിച്ച് 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 ഒരു നാമ ഓറ, നാമത്തിൻ്റെ ശക്തി, നാമത്തിൻ്റെ ഒരു എനർജി ഫീൽഡ് അത് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തന്നെ സംരക്ഷിച്ചു കൊള്ളുന്നതാണ്. ഇത് നമുക്കൊക്കെ ചുറ്റും 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 കറങ്ങണം. ഇപ്പം നമ്മുടെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കർമ്മവലയമാണ്. പൂർവജന്മങ്ങളിലൊക്കെ ചെയ്തിരിക്കുന്ന കർമ്മങ്ങളുടെ എവിടെയോ അതിൻ്റെ കർമ്മഫലങ്ങൾ നമുക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഓരോ കർമ്മങ്ങൾ പെട്ടെന്ന് ബാധിക്കുന്നത്. അതൊരു നാരായണ കവചമായി മാറി വന്നാൽ എവിടെയൊക്കെയോ ഭഗവാൻ എവിടെയൊക്കെയോ തട്ടി രക്ഷിച്ച് കൊണ്ടുപോകുന്നത് നമുക്ക് കാണാമെന്നാണ് പറയുന്നത്. ഹിരണ്യകശിപുവിൻ്റെ ആ ഒരു പുത്രൻ ഒരു തരത്തിലും പ്രഹ്ലാദൻ ഒരിക്കലും തളർന്നില്ല, തകർന്നില്ല. കൊല്ലാനുള്ള സകല ഉപായങ്ങളും പരാജയപ്പെട്ടു. കുട്ടിയെയും കൊണ്ട് കൊട്ടാരത്തിലേക്ക് ഓടി വന്നു കിങ്കരന്മാര്. രാജൻ, ഹരിതരാജൻ, ഈ കുട്ടിയെ കൊല്ലാൻ ഞങ്ങളെ കൊണ്ട് പ്രേരിപ്പിക്കരുത്. എന്തോ ഒരു അത്ഭുത ശക്തി ഈ കുട്ടിയുടെ കൂടെയുണ്ട്, ഞങ്ങൾക്ക് പേടിയാവുന്നു രാജൻ എന്നൊക്കെ പറഞ്ഞവര് വല്ലാതെ ഇങ്ങോട്ട് പൊട്ടി കരഞ്ഞു. രാജാവ് പറഞ്ഞു, നിർത്തടാ, ഇവിടുന്ന് പോ, ഇവനെ ഞാൻ കൊല്ലും, എൻ്റെ കൈകൊണ്ട് ഇവന് മരണം. ഇവൻ ഇനി ജീവിച്ചിരിക്കില്ല, ഇനി ഞാൻ ഇവനെ ജീവിക്കാൻ അനുവദിക്കില്ല. കാരണം ഇവൻ കുലാന്തകൻ, വംശനാശകൻ, എൻ്റെ അന്ധകനാവാൻ അവൻ ശ്രമിക്കുകയാണ്. ഇവൻ സമ്മതിക്കില്ല. ഞാൻ ഒരു നാരായണൻ ഇവിടെ ഇല്ല, ഒരു നാരായണനെയും ആരും വിളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാനല്ലാത്തൊരു ദൈവവും ഈ ഭൂമിയിൽ ഇല്ല എന്നൊക്കെയുള്ള ഒരു ധാർഷ്ട്യത്തിൽ, അഹങ്കാരത്തിൽ ആ കുട്ടിയെ വെട്ടാനായിട്ട് വാളെടുത്തപ്പോൾ അധ്യാപകർ പറഞ്ഞു, ഒരു ചാൻസും കൂടെ ഞങ്ങൾക്ക് തരണം, ലാസ്റ്റ് ഒന്നുകൂടി കൊണ്ടുപോട്ടെ എന്ന്. അങ്ങനെ കൊണ്ടുപോവാണ്. അങ്ങനെ ഒരു ദിവസം ആശ്രമത്തിൽ അടിയിടി തൊഴി അതൊക്കെ അവിടെ കൊള്ളുന്നുണ്ട്. ഒരു ദിവസം ആ കുട്ടി
അധ്യാപകരില്ലാത്ത സമയം നോക്കി അസുരന്മാരെ കുട്ടികളെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത്രയും പീഡനങ്ങൾ, ഇത്രയും ദുരിതങ്ങൾ, ഇത്രയും കഷ്ടപ്പാടുകൾ എന്നെപ്പോലെ അനുഭവിച്ചവരാരെങ്കിലും ഉണ്ടാവുമോ കുട്ടികളെ? പക്ഷെ എൻ്റെ മനോബലം തകർക്കാൻ ഇവർക്ക് സാധിച്ചില്ല. കാരണം നിങ്ങൾ കാണാത്ത ഒരു ശക്തി ഞാൻ എന്നിൽ കാണുന്നു. നിങ്ങളത് കാണുന്നില്ല, പക്ഷെ ഞാൻ കാണുന്നുണ്ട്. എനിക്ക് ഒരു സംരക്ഷണം തരുന്ന, എൻ്റെ കൂടെ എപ്പോഴും ജ്വലിച്ചു നിൽക്കുന്ന, എനിക്കെപ്പോഴും അനുഗ്രഹം ചൊരിയുന്ന, ഒരുപക്ഷെ നിങ്ങളുടെ കണ്ണിലത് പെടുകയില്ല, എൻ്റെ കണ്ണിലത് എനിക്കത് തെളിഞ്ഞ് 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 കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ നാരായണൻ. അത് നിങ്ങളിലും ഉണ്ട്. പക്ഷേ നിങ്ങളിൽ അത് ഉണർത്തുവാൻ, ഉയർത്തുവാൻ, ജ്വലിപ്പിക്കുവാൻ, പ്രകാശിപ്പിക്കുവാൻ ഈ ഗുരുക്കന്മാരെ നിങ്ങളെ ഒരിക്കലും അനുവദിക്കില്ല. എനിക്കെന്തോ ഒരു ഗുരുത്വം ഉണ്ടായി. എനിക്കൊരു ഗുരുത്വം കിട്ടി. അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന സമയത്ത് അച്ഛൻ തപസ് ചെയ്യാൻ പോയപ്പോൾ ഇന്ദ്രൻ അമ്മയെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി ഗർഭത്തിലുള്ള എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട്. ആ സമയത്താണ് നാരദ മഹർഷി അവിടെ എത്തുന്നതും നാരദർ ഇന്ദ്രനോട് പറഞ്ഞു, അയ്യോ ഈ കുഞ്ഞിനെ കൊല്ലരുത്, ഭാഗവത ഉത്തമനവാൻ പോകുന്ന കുട്ടിയാണ്. അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി ആ നാരദ മഹർഷിയുടെ ആശ്രമത്തില് അമ്മ താമസിച്ചു. അങ്ങനെ താമസിക്കുന്ന സമയത്ത് നാരദ മഹർഷി നാരായണ നാമത്തിന്റെ മഹത്വം പറഞ്ഞ് ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട് കുട്ടികളെ. ആ നാമത്തിലൂടെയാണ് എന്നിലുള്ള നാരായണ ശക്തിയെ ഞാൻ ഉണർത്തിയത്, ഉയർത്തിയത്, ജ്വലിപ്പിച്ചത്, പ്രകാശിപ്പിച്ചത്, ഉജ്ജ്വലിപ്പിച്ചത്. ഞാൻ നാരായണ ശക്തി കാണുന്നു, നാരായണ മഹിമ കാണുന്നു, നാരായണന്റെ പ്രഭാവം കാണുന്നു, നാരായണന്റെ അനുഗ്രഹം കാണുന്നു. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നിങ്ങളിലൊക്കെ ആ നാരായണ പ്രഭാവം ഒന്ന് ശരിയാക്കണ്ടല്ലോ. ശബ്ദം അല്ലാതെ കൂടിപ്പോയി. ഓക്കെയാണോ അവിടെ ശബ്ദം? നാരായണ പ്രഭാവം നിങ്ങളിലൊക്കെ ഉണ്ട്. എല്ലാവരും ചൊല്ലണം, നാരായണ 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 എന്ന് ചൊല്ലണം കുട്ടികളെ. എനിക്ക് നാരായണൻ എന്ന് പറയുന്നത് കേവലം നിങ്ങൾ കാണുന്ന ഒരു രൂപമല്ല. നാരായണൻ എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ശ്വാസം അകത്തേക്ക് എത്തിച്ച് ഈ ശരീരത്തെ ചലിപ്പിക്കുന്ന, ഞാനും നിങ്ങളും അല്ലല്ലോ, ആണോ? മനസ്സിനെ ഉണർത്തുന്നത് നമ്മളല്ലല്ലോ, വേണ്ട ബുദ്ധി വേണ്ട സമയത്ത് തരുന്നത് നമ്മളല്ലല്ലോ. അപ്പൊ ഞാനല്ലാതെ ഇതിനെ കൊണ്ട് നടക്കുന്ന, ഞാൻ എന്ന് പോലും പറയാൻ എനിക്ക് ശക്തിയും അനുഗ്രഹവും ചൊരിയുന്ന ഒരു ശക്തി, അനന്തശക്തി എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലുണ്ട്. അത് തന്നെ നാരായണൻ. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ആരാണ് എൻ്റെ നാരായണൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യഥാഗ്രഹകൃസ്തൈവ ക്വചിൽ ഹസതി ആക്രന്ദതേ ധ്യായതി വന്ദതേജനം മുഹുശ്വസൻ ഭക്തി ഹരേ ജഗൽപദേ നാരായണീതി ആത്മമതിർഗതത്രഭ. എല്ലാവരുടെ ഉള്ളിലും ഉള്ള ഭഗവാൻ, ഓരോ ശ്വാസവും അകത്തേക്ക് എത്തിക്കുന്ന ഭഗവാൻ, ഈ ശരീരത്തെ ചലിപ്പിക്കുന്ന ഭഗവാൻ, പ്രാണൻ നിലനിർത്തുന്ന ഭഗവാൻ, ഓർമ്മ തരുന്ന ഭഗവാൻ, അങ്ങനെയുള്ള അത്ഭുതമായ അനന്തമായ ശക്തിയായ ഭഗവാൻ, അത് തന്നെയാണ് നാരായണൻ. അതുകൊണ്ട് കുട്ടികളെ, ദേവോസുരോ മനുഷ്യോ വാം യക്ഷോ ഗന്ധർവയേവ ച സ്മരൻ മുകുന്ദചരണം സ്വസ്തി മൻസ്യൽ യഥാ വയം നാലം ദ്വിജത്വം ദേവത്വം ഋഷിത്വം വാസുരാത്മജ പ്രീണനായ മുകുന്ദസ്യ നവത്തം നബഹുജ്ഞയ നദാനം നതമോന്നീജ്യ ന ശൗചം ന വ്രതാനി ച പ്രിയതേ അമലയാ ഭക്ത്യാ ഹരീരന്നിൽ വിഡംബനം തതോ ഹരോ ഭഗവതി ഭക്തിം കുരുദാനവ ആത്മോപമ്യേന സർവത്ര സർവഭൂതാത്മനീശ്വരേ ദൈതേയാം യക്ഷരക്ഷാംസി ശ്രിയശൂദ്രാ പ്രഗോകസാം ഖഗാ മൃഗാ
പാപജീവാം സന്ധ്യേ അച്യുതം കഥാം ഏതാവാനേവ ലോകേസ്മിൻ പുംസസ്വാർത്ഥപരസ്മൃതാം ഏകാന്തഭക്തിർ ഗോവിന്ദേ യസ്സർവത്ര തദീക്ഷണം ഏകാന്തഭക്തിർ ഗോവിന്ദേ യസ്സർവത്ര തദീക്ഷണം. ഏകാന്തഭക്തി, ഭഗവാനിലുള്ള അടിയുറച്ച ഭക്തി, അത് തന്നെയാണ് കുട്ടികളെ എൻ്റെ നാരായണൻ നിങ്ങളുടെ എല്ലാവരുടെയും കൂടെയുണ്ട്. ഒന്നുണർത്തു, ഒന്നുയർത്തു, കാണാൻ സാധിക്കും. കൂടെയുണ്ട്, ഉള്ളിലുണ്ട്. ഒന്നുണർത്തിയാൽ മതി. അതിനാണ് കുട്ടികളെ ഈ ജന്മം എന്നൊക്കെ അസുര കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് അവരെ കൊണ്ടൊക്കെ നാരായണ 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 ജപിപ്പിക്കുകയാണ്. ഇത് കേട്ടുകൊണ്ടാണ് അധ്യാപകർ ഓടി വരുന്നത്. അയ്യോ, നമ്മൾ ഇവൻ നേരെ എന്ന് വിചാരിച്ചു, ഇവൻ നമ്മൾ നേരെയാക്കിയവരെ പോലും ഇവൻ കേടുവരുത്തി. മഹാദുഷ്ടൻ, കുലത്തിന് ദോഷം വരുത്തിയവൻ, നമ്മുടെ വംശം നശിപ്പിക്കുന്നവൻ, ഞങ്ങളുടെയും കൂടെ അന്തകൻ, കുലാന്തകൻ, വംശനാശകൻ, രാജാവിന് നാശമുണ്ടാക്കുന്നവൻ, ഞങ്ങൾക്ക് നാശമുണ്ടാക്കുന്നവൻ, ആയുസറ്റവൻ എന്നൊക്കെ ശപിച്ചുകൊണ്ട് ആ കുട്ടിയെ അവിടുന്ന് വലിച്ചു പിടിച്ച് ഇഴച്ച് കൊണ്ടുപോയി ഹിരണ്യകശിപുവിന്റെ മടിയിൽ ഇറക്കിയിട്ട് പറഞ്ഞു, മുന്നിലേക്ക് എറിഞ്ഞിട്ട് പറഞ്ഞു, ഇനി ഇവൻ ജീവിച്ചിരിക്കരുത്. ആവും പാടൊക്കെ ഞങ്ങൾ ശ്രമിച്ചു, ഇനി ഇവനോട് ദാക്ഷിണ്യം കാണിച്ചിട്ട് കാര്യമില്ല. ഇവൻ നമ്മുടെ കുലത്തിന് നാശം വരുത്തുമെന്നവനാണ്, ഇവൻ അപകടമാണ്. ഹിരണ്യകശിപുവിന്റെ കണ്ണൊക്കെ ചുവന്നു, കൈ വിറയ്ക്കാൻ തുടങ്ങി, ചുണ്ടുകൾ വിറയ്ക്കാൻ തുടങ്ങി. എവിടെ നിന്നാടാ നിനക്കൊരു ശക്തി കിട്ടുന്നത്? ഏത് നാരായണനാടാ നീ കണ്ടിട്ടുണ്ടോ നാരായണൻ? ഏത് നാരായണൻ രക്ഷിക്കുന്നു പറഞ്ഞിട്ടാ നീ ഇരിക്കുന്നത്? നീ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ നാരായണൻ? ഞാനല്ലേ നിനക്ക് ഭക്ഷണം തരുന്നത്? ഞാനല്ലേ നിന്നെ നോക്കുന്നത്? ഞാനല്ലാത്തൊരു നാരായണൻ ഉണ്ടോ എന്നൊക്കെ അലറിയപ്പോൾ കുട്ടി പറഞ്ഞു, അച്ഛനോട് എനിക്കൊന്നേ പറയാനുള്ളൂ, ഈ അലറാൻ പോലുമുള്ള ശക്തി ഉള്ളിന്ന് വരണ്ടേ? അതിവിടുന്ന വരുന്നത് അച്ഛൻ ചിന്തിച്ചു കഴിഞ്ഞാൽ പറയും, സൈശ്വരകാല ഉരുക്രമോസോ ഓജസഹസത്വബലേന്ദ്രിയാത്മാ സയേവ വിശ്വം പരമസ്വശക്തിഭി സൃജത്യവത്യത്രി ഗുണത്രയേശ. അത് തന്നെയാണ് അച്ഛ ഈശ്വരൻ. അച്ഛൻ്റെ അല്ല ഈ ഫലം. അച്ഛൻ അലറുന്നതൊക്കെ അച്ഛനെ ഉണർത്തുന്ന, അച്ഛന് പ്രാണൻ തരുന്ന, അച്ഛന് ശക്തി തരുന്ന ഒരു ആത്മശക്തിയുണ്ട്. അത് മറക്കരുത്. അച്ഛൻ ഉള്ളിലുള്ള ആത്മശക്തി തൻ്റെ ശക്തിയാണെന്ന് തെറ്റിദ്ധരിക്കുകയാണ് അച്ഛൻ. മനസ്സിലായില്ലേ? ഒന്ന് ഉണർത്താൻ പോലും കഴിവില്ല അച്ഛനെ. മനസ്സൊന്ന് ഉറക്കത്തിൽ പോയ ഉണർത്താൻ പറ്റുമോ? ഉണർന്നു വരണ്ടേ? അതിനു പോലും കരുത്തില്ലാത്ത ദുർബലനാണ്. അനുഗ്രഹം ഭഗവാന്റെയാണ്, മറക്കരുത്. അതുകൊണ്ട് ഒറ്റ കാര്യം അച്ഛനോട് പറയാനുള്ളൂ. അച്ഛൻ ഈ അലറുമ്പോഴും ഒരു വിനീതമായ അപേക്ഷ. നോക്കൂ, അച്ഛന്റെ മുന്നിൽ ഭയമില്ലാതെ കുട്ടി പറയണോ, അച്ഛ വേണ്ടത് എന്താണ്? അച്ഛന്റെ ഉള്ളിലുള്ള ഈ അസുരഭാവത്തെ അച്ഛൻ വിടണം. ജഹ്യാസുരം ഭാവമിമം ത്വമാത്മന സമം മനോദത്സന സന്ധി വിദ്ദിഷ ഹൃദയജിതാത്മന ഉൽപദസ്ഥിതൽ പ്രതീഹനന്ദസ്യ മഹൽ സമർപ്പണം. ഭഗവാനിൽ ആ മനസ്സർപ്പിക്കൂ. അച്ഛൻ അനുഗ്രഹീതനാവും. ചിനിർത്തടാ, നീ വീണ്ടും 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 നാരായണനെ പറഞ്ഞ് എന്നെ ഭയപ്പെടുത്തുകയാണോ? നിനക്ക് എവിടെ നിന്നാടാ ഈ ശക്തി? ആരാടാ നിനക്ക് ഈ ശക്തി തരുന്നത്? നീ കണ്ടിട്ടുണ്ടോ നാരായണനെ? നിന്നെ ഞാൻ ഇഞ്ചിഞ്ചിഞ്ചായി വെട്ടി നോക്കുമ്പോൾ ഏത് നാരായണൻ വന്ന് കാണും? എവിടെയാടാ നിന്റെ നാരായണൻ? എന്നലറിക്കൊണ്ട് കുട്ടിയുടെ മുന്നിൽ നാരായണൻ എവിടെയാടാ 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 എന്ന് അലറുമ്പോൾ അറിയാതെങ്കിലും ഹിരണ്യകശിപുവിന്റെ കൈ ചൂണ്ടിച്ചു വെച്ചു, ആ തൂണിലുണ്ടടാ നിന്റെ നാരായണൻ. കുട്ടി ഒട്ടും ഭയമില്ലാതെ കൈകൂപ്പിക്കൊണ്ട് വരണോ? തൂണിലും തുരുമ്പിലും മണ്ണിലും വിണ്ണിലും ഒക്കെ ഇരിക്കുന്നു. ഏതിലാ ഇല്ലാത്തത് എന്നുള്ള? എവിടെയാണ് ഇല്ലാത്തത്? ഞാൻ എല്ലായിടത്തും ഭഗവാനെ കാണുന്നു. എന്നിലുണ്ടെങ്കിൽ എല്ലാവരിലും ഉണ്ട്, എന്നിലുണ്ടെങ്കിൽ എല്ലാറ്റിലും ഉണ്ട്. അതുകൊണ്ട് ഭഗവാൻ ആരുടെയും കൂടെ ഇല്ലാത്തതില്ല. ഇത് കൈകൂപ്പി പറയുമ്പോഴേക്കും ഹിരണ്യകശിപുവിന് ക്രോധം, ദേഷ്യം, പിന്നെ ഒരു ഓട്ടമാണ്. ആ തൂണിനെ നോക്കി വെട്ടുന്നു. ആ തൂണ് രണ്ടായി പിളരുന്നു. പിന്നെ അതിൽ നിന്നും ഉഗ്രമായൊരു നരസിംഹധൂപം, ഘോരമായ ഒരു സിംഹം ഭാവം, വെളുത്ത മുടിയൊക്കെ പുറത്തേക്ക് വന്ന്
തീവ്രമായ ചുട്ടുപഴുത്ത കണ്ണുകള്, കൂർത്ത പല്ലുകള്, നഖങ്ങള്. പേടിച്ചുപോയി ഹിരണ്യകശിപു. പിന്നെ ഹിരണ്യകശിപു അവിടുത്തെ ജീവനും കൊണ്ട് ഓടാൻ ശ്രമിക്കുമ്പോഴേക്കും ഭഗവാൻ ഹിരണ്യകശിപുമായി യുദ്ധം. അങ്ങനെ സന്ധ്യാസമയം, പകലുമല്ല രാത്രിയല്ല, അകത്തല്ല പുറത്തല്ല, ആയുധം ഉപയോഗിക്കാതെ, ഭൂമി തൊടിയിക്കാതെ ഭഗവാൻ ആ ഹിരണ്യകശിപുവിനെ തന്റെ മടിയിലേക്ക് വാരിയെടുത്ത് കൂർത്ത വിരലുകൾ കൊണ്ട് കീറി പൊളിച്ചുകൊണ്ട് അങ്ങനെ ഭൂമിയിൽ നൃസിംഹമായി അവതരിച്ച് ഹിരണ്യകശിപുവിനെ പോലുള്ള ക്രൂരശക്തികളെ അമർച്ച ചെയ്ത് ഭക്തമനസ്സുകളിൽ ഭക്തിയെ അനുഗ്രഹിച്ച് എല്ലാവരുടെ ഉള്ളിൽ നിന്നും ഭയത്തെ മാറ്റി അനുഗ്രഹിക്കുന്ന ആ നരസിംഹ ഭാവം.